ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഫീച്ചർ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫീച്ചറെല്ലാം ലഭിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലെല്ലാം പോയതിന് ശേഷം വാട്സപ്പ് ഇത് പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. പഴയ വേർഷനെല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ലേറ്റസ്റ്റായി വന്നിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇത്തരത്തിൽ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ അപ്ഡേറ്റ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി നമുക്കിവിടെ ആഡ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ്, മ്യൂസിക്, വോയിസ്, ക്യാമറ ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അതിനടുത്തായി ഇപ്പോൾ ലേ ഔട്ട് എന്നൊരു പുതിയ ഫീച്ചർ എല്ലാമാണ് വന്നിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ എല്ലാം തന്നെ സ്റ്റാറ്റസിലേക്ക് നിങ്ങൾക്ക് ഒരു ഇമേജ് എല്ലാമാണ് ആഡ് ചെയ്യാൻ സാധിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾ ഇമേജസ് എല്ലാം ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ 6 ഇമേജ് എല്ലാം ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് മാക്സിമം 6 ഫോട്ടോസ് എല്ലാമാണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ടിക്ക് മാർക്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു ഗ്രിഡ് മോഡലിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഇമേജ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 6 ഇമേജ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് 2 ഇമേജ്, 3 ഇമേജ് അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഫോർമാറ്റിലേക്കെല്ലാം ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ ഇത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫോട്ടോസ് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് എവിടേക്കാണ് ഇതിൻ്റെ പൊസിഷൻ എല്ലാം കറക്റ്റ് ആക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇത്തരത്തിൽ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഫൈനലായി നിങ്ങൾക്ക് ഇത് സ്റ്റാറ്റസായി വെക്കണമെങ്കിൽ ഡൺ എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ക്യാപ്ഷൻ എല്ലാം ഇവിടെ ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇത് നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് ആഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഈ ഒരു സ്റ്റാറ്റസ് എല്ലാം വരുന്നത് എന്ന് നോക്കാം. ഇതിനായി ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഈ ഒരു ഫോർമാറ്റിലെല്ലാം ആയിരിക്കും ആ ഒരു സ്റ്റാറ്റസ് എല്ലാം ആഡ് ആവുക. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കും ഈ ഒരു ഫീച്ചർ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്